നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ദി യൂണിഫോം ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത് ഈസ് നോൺ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം, ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുകയാണ്, മുകളിൽ നിന്ന് ഒരു ബോഡി ഇങ്ങനെ പോരുവാണ്. അതെന്തുകൊണ്ടാണ് പോരുന്നത്? അതിന് വേണമെങ്കിൽ മുകളിലോട്ട് പോകാം, പക്ഷെ അത് പോകാതെ താഴത്തോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി പിടിച്ച് വലിക്കുന്നുണ്ട്, അല്ലേ? അതാണ്. അപ്പോൾ ഭൂമി പിടിച്ച് വലിക്കുമ്പോൾ എന്താണ്? അതിൻ്റെ വെലോസിറ്റി ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കും. മുകളിൽ നമ്മൾ കയ്യിൽ നിന്ന് വിടുന്നു, നമ്മൾ മുകളിൽ നിന്ന് ഇടുക എന്ന് ഓർത്തോ. നമ്മൾ കയ്യിൽ നിന്ന് വിടുന്ന സമയത്ത് കയ്യിലിരിക്കുമ്പോൾ അതിന് ആക്സലറേഷൻ ഒന്നുമില്ല. കയ്യിൽ നിന്ന് വിടുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്. ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, പിടിച്ച് വലിക്കുന്ന കാരണം ഭൂമി. അപ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു ബോഡി ഭൂമി പിടിച്ച് വലിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആക്സലറേഷനാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദി യൂണിഫോം ആക്സലറേഷൻ പ്രൊഡ്യൂസ്, യൂണിഫോം ആയിട്ടുള്ള ആക്സലറേഷൻ ആയിരിക്കും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ സെക്കൻഡിൽ 9.8 ആണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ അത് 2 × 9.8 ആയിരിക്കും. അടുത്ത സെക്കൻഡിലോ 3 × 9.8 ആയിരിക്കും. അങ്ങനെ ഓരോ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വെലോസിറ്റി കൂടുന്നു. അതാണ് യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ്? ദി യൂണിഫോം ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒരു ഫോർമുല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഡെറിവേഷൻ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ്: കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം പ്ലേസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. എം മാസുള്ള ഒരു ബോഡി ഭൂമിയുടെ സർഫസിലിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ വെയ്റ്റ് ഓഫ് ദി ബോഡി. അപ്പോൾ ഭൂമിയുടെ സർഫസിലിരിക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് താഴത്തോട്ടായിരിക്കും. അതിൻ്റെ വെയ്റ്റ് തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ബോഡിക്ക് എപ്പോഴാണ് വെയിറ്റ് ഉണ്ടാകുന്നത്? ഭൂമിയുടെ ഗ്രാവിറ്റി കൊണ്ടാണ് വെയിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ W ഈക്വൽസ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് Gmm/r². നമുക്കറിയാം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അറിയാം. എന്താണ്? വലിയൊരു എം, ചെറിയൊരു എം, രണ്ട് മാസുകൾ r ഡിസ്റ്റൻസിൽ വെച്ചാൽ അവ തമ്മിലുള്ള ഫോഴ്സ് Gmm/r² ആയിരിക്കും. ഓക്കെ, ആ ഫോഴ്സ് തന്നെയാണ് ഈ ബോഡിയുടെ വെയിറ്റ്. അതുകൊണ്ടാണ് ഞാൻ W എന്ന് പറയുന്നത്. നമുക്കറിയാം ബോഡിയുടെ വെയിറ്റ് എന്താണ്? ബോഡിയുടെ വെയിറ്റ് mg എന്നറിയാലോ. mg ആണെന്നറിയാം. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? mg ഈക്വൽസ് Gmm/r² എന്ന് എഴുതാം, അല്ലേ? യെസ്. അപ്പോൾ G എന്തായിരിക്കും? G ഈക്വൽസ് Gmm/r². ഈ എം ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇവിടെ വരുമ്പോൾ ഡിവിഷനാവും. എം കട്ട് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? G ഈക്വൽസ് Gm/r². ഇതാണ് G കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ G ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ബോഡി. ജിക്ക് ആ ബോഡിയുടെ മാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. G ഈസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി. ആ വച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മാസമായിട്ട് ജിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ചെറിയ ബോഡി ആയാലും വലിയ ബോഡി ആയാലും എന്ത് വെയിറ്റുള്ള ബോഡി ആയാലും ഭൂമി അതിനകത്ത് പ്രയോഗിക്കുന്ന ഫോഴ്സ് സെയിം ആയിരിക്കും. അപ്പോൾ G ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി. ഇനി ജിയുടെ വാല്യൂ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. ഒരു ഭൂമി അങ്ങനെ നിൽക്കുവാണ്, ഭൂമിയുടെ അടുത്തിരിക്കുമ്പോഴുള്ള ജിയുടെ വാല്യൂ ആയിരിക്കില്ല ഭൂമിയിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ. അപ്പോൾ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം അനുസരിച്ചിട്ട് ജിയുടെ വാല്യൂ എങ്ങനെ കൂടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു എർത്തിൻ്റെ റേഡിയസ് 6 ആണ്. h ഹൈറ്റിൽ ഒരു മാസ് ഇരിക്കുവാണെന്ന് ഇരിക്കട്ടെ. നമുക്കറിയാം G എന്ന് പറഞ്ഞാൽ എന്താണ്? G ഈക്വൽസ് Gm/r² ആണ്. ഇപ്പോൾ നമ്മളത് ആ ഫോർമുല ഉണ്ടാക്കിയെടുത്തല്ലേ ഉള്ളൂ. യെസ്. G' എന്ന് പറയുന്നത് എന്താണ്? G' എന്ന് പറഞ്ഞാൽ
ജിയുടെ വാല്യൂ സർഫസിലാണ് ജി ഈക്വൽസ് ജി എം ബൈ ആർ സ്ക്വയർ. എന്നാൽ അല്പം ഉയരത്തിൽ, ഇപ്പോൾ എച്ച് ഉയരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ജിയുടെ വാല്യൂ ജി ആയിരിക്കില്ല. അപ്പോൾ അതിന് നമുക്ക് ജി ഡാഷിന് എടുക്കാം. എച്ച് ഉയരത്തിലിരിക്കുമ്പോൾ ജിയുടെ വാല്യൂ ജി ഡാഷിന് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് സർഫസിലായതുകൊണ്ടാണ് ഞാൻ ആറെന്ന് എടുത്തത് അല്ലേ, അല്പം കൂടി ഉയരത്തിലാണ്. അപ്പോൾ ആറും ഉണ്ട് എച്ചും ഉണ്ട്. ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയറിന് എടുക്കാം. ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയറിന് എടുക്കാം ജി ഡാഷ്. അല്പം ഉയരത്തിൽ, എച്ച് ഉയരത്തിൽ ജിയുടെ വാല്യൂ ജി ഡാഷാണ്. അത് ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ആണെന്ന് പറയാം. ഇനി നമുക്ക് ജി ബൈ ജി ഡാഷ് കണ്ടു നോക്കാം. ജിയെ ജി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ജി ഞാൻ എഴുതാം. ജി എം ബൈ ആർ സ്ക്വയറാണ് ജി. അതിനെ ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ജി ഡാഷ് കൊണ്ട്. ജി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ജി ബൈ ജി ഡാഷ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യാൻ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവിഷൻ ആവും. ജി എമ്മും കട്ടായിപ്പോയി. പിന്നെന്തുകൊണ്ട്? ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുണ്ട്. ജി ബൈ ജി ഡാഷ് എസ്. അപ്പോൾ ജി ബൈ ജി ഡാഷ് ഈക്വൽസ് ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ തന്നെയാണ് അതിനെ വായിക്കുക. ജി ബൈ ജി ഡാഷ് നമുക്ക് കിട്ടി. ഇനി ജി ബൈ ജി ഡാഷ് ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം. ആർ പ്ലസ് എച്ച് ബൈ ആർ എന്ന് പറഞ്ഞാൽ ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ എന്നാണ്. ഓരോ ആറിൻ്റെ അടിയിലും ആറുണ്ട്, എച്ചിൻ്റെ അടിയിലും ആറുണ്ടെന്നാണ്. ആർ പ്ലസ് എച്ച് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറിനെയും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എച്ചിനെയും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാം. യെസ്. അപ്പോൾ നമുക്കത് എടുക്കാം. ആർ ബൈ ആർ 1 ആണ്. പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയറിന് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തിട്ട് 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയറിന് എടുത്തു. ഓക്കെ. അങ്ങനെയാണ് ജി ഡാഷ് എന്താണ്? ജി ഡാഷ് എന്താണ്? അല്ലെങ്കിൽ റെസിപ്രോക്കൽ ചെയ്ത് നോക്കാം നമുക്ക്. ജി ഡാഷ് ബൈ ജി, ജി ഡാഷ് ബൈ ജി എന്ന് ഇതിൽ നിന്ന് റെസിപ്രോക്കൽ ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ജി ബൈ ജി ഡാഷ്. അപ്പോൾ ഇതിനെയും നമുക്ക് റെസിപ്രോക്കൽ ചെയ്യാം. ഇതിന് റെസിപ്രോക്കൽ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. ഇങ്ങനെയാണ് റെസിപ്രോക്കൽ ചെയ്യുന്നത്. അതായത് ജി ഡാഷ് ഈക്വൽസ് ജി അവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ജി ഇത് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന സാധനം, ഇങ്ങനെ ഇരിക്കുന്ന എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് റൈസ് ടു -2 ആവും. അപ്പോൾ ഇതെന്താവും? അതുപോലെ തന്നെ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റൈസ് ടു -2 എന്ന് പറയുന്നത് സ്ക്വയർ ഉണ്ടല്ലോ. ഇപ്പോൾ ജി ഡാഷ് ഈക്വൽസ് ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റൈസ് ടു -2 എന്ന് കിട്ടി. ഇത് ഏകദേശം അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ നോക്കണ്ട. ഇത് ഏകദേശം ഏതാ ഇനി എഴുതാൻ പോകുന്നത്? ഇത് ഏകദേശം ജി ഇൻറ്റു 1 - 2h ബൈ ആറിന് ഈക്വലാണ്. അപ്രോക്സിമേറ്റ്ലി ഏകദേശം. ഇത് എക്സ്പാൻഡൊക്കെ ചെയ്തിട്ട് കട്ടൊക്കെ ചെയ്താലും കിട്ടുന്നതാണ്. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ വരെ അറിയാലോ. ജി ഡാഷ് ഈക്വൽസ് ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ റൈസ് ടു -2 എന്ന് കിട്ടി. ഒന്നുകൂടി ഞാൻ പറയാം ക്ലിയർ ആവാൻ വേണ്ടി. അപ്പോൾ ജി ഈക്വൽസ് ജി എം ബൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാലോ. അത് നമുക്കറിയാം. ജി ഡാഷ് എന്ന് പറയുന്നത് എച്ച് ഹൈറ്റിലാകുമ്പോൾ ഈ ആറിന് പകരം ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയറിന് കിട്ടും. നമ്മൾ ജി ബൈ ജി ഡാഷ്, ജിയെ ജി ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ജി എം ബൈ ആർ സ്ക്വയറിനെ ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. ഇനി ജി ബൈ ജി ഡാഷ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ജി എമ്മും കട്ട് ചെയ്തു പോയി. അപ്പോൾ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുണ്ട്. അതിനെ ആർ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഞാൻ ഇതിനെ റെസിപ്രോക്കൽ ചെയ്തു. അപ്പോൾ ജി ഡാഷ് മുകളിൽ പോയി ജി താഴെ വന്നു. ഇത് റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് വരും? അതിനു മുമ്പ് നമ്മൾ ഇതെന്താണ്? ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ എച്ച് ആറിന് എഴുതി. അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി റെസിപ്രോക്കൽ ചെയ്തു. റെസിപ്രോക്കൽ ചെയ്തപ്പോൾ ഇത് താഴെ പോയി. ഇതിന് മുകളിൽ കൊണ്ടുപോകാൻ നേരത്തെ ഇതിൻ്റെ പവർ മൈനസ് ആവും. അത് അപ്രോക്സിമേറ്റ്ലി ഈ വാല്യൂ കിട്ടും നമ്മൾ എഴുതി വയ്ക്കുക കേട്ടോ. അത്രേ ഉള്ളൂ കേസ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസിന് അല്പം എച്ച് മുകളിലാണ് ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഒരു എർത്ത് ഞാൻ വരയ്ക്കാം.
പിക്ചർ ഇല്ലെങ്കിൽ മാർക്ക് തരില്ല കേട്ടോ, പിക്ചർ വേണം. ഈ പിക്ചർ വരയ്ക്കാൻ മറന്നു പോയാൽ മാർക്ക് തരില്ല. ഇതാണ് എർത്തിൻ്റെ അകത്ത് ഞാൻ ഇത് എർത്തിൻ്റെ റേഡിയസാണ് R. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡെപ്ത്ത് ഡി താഴ്ചയിൽ ഡി ഡെപ്ത്തിൽ ഉള്ള ഇവിടുത്തെ G ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള റേഡിയസ്, ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള എഫക്റ്റ് ഇല്ല അതിന്, ഇത്രയും എഫക്റ്റേ ഉള്ളൂ. അതിന് നമുക്കെന്ന് പറയാം R - D എന്ന് പറയാം, R - D എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ G എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? GM/R² ആണ് G എന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഈസ് G ഇൻറ്റു മാസ് എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറയാം M. മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മാസും ഡെൻസിറ്റി തമ്മിലുള്ള ബന്ധം അറിയാമോ? മാസ് ഇൻറ്റു വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. അതായത് ഡെൻസിറ്റീനെ റോ എന്ന് പറയാം. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അപ്പോൾ മാസ് എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയാം, അല്ലെങ്കിൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? യെസ്. അപ്പോൾ വോളിയം എന്താണ്? ഒരു സ്പിയർ അല്ലേ എർത്ത്. വോളിയം എന്താണ്? 4/3 πr³. ഇതിപ്പോൾ ഞാൻ എർത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. 4/3 πr³ ബൈ R². വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നുണ്ട്, ഡെൻസിറ്റി. R² R³ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മുകളിൽ ഒരു 6 ബാലൻസ് വരും. അപ്പോൾ 4/3 πg R അത്രയല്ലേ ഉള്ളൂ. 4/3 ഉണ്ട്, പൈ ഉണ്ട്, G ഉണ്ട്, ആറിൻ്റെ സ്കോറും R³ കട്ട് ചെയ്തപ്പോൾ ഇപ്പം മുകളിൽ ഒരു 6 ബാലൻസ് വന്നു. 6 ഉണ്ട്, റോയാണ്. അപ്പോൾ G എന്ന് പറയുന്നത് ഇങ്ങനെ വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ട് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജിയുടെ വാല്യൂ ഞാൻ ഡെപ്തിലേക്കൊന്നും ഇപ്പോൾ പോയിട്ടില്ല. ജിയുടെ വാല്യൂ നമുക്ക് വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ 4/3 πgr എന്ന് കിട്ടി. ഇതാണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് എർത്താണ്. റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് എർത്താണ്. ഓക്കെ, ഇനി ഈ G' ഒന്ന് കണ്ടുപിടിക്കാം. G' എന്ന് പറഞ്ഞാൽ ഈ D എന്ന് പറയുന്ന ഡെപ്തിൽ ഒരു ബോഡി വെച്ചാൽ അവിടെയുള്ള ഗ്രാവിറ്റി, അതാണ് G' എന്ന് പറയുന്നത്. G' എന്ന് പറയുന്നത് GM'. അവിടെ മാസ് M അല്ല, ഇത് ഇത്രയും ഉള്ള എർത്തിൻ്റെ മാസാണ് M എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ഉള്ള അതിൻ്റെ മാസ് അത്രയുണ്ടോ? ഇല്ലല്ലോ, അതിനേക്കാൾ ചെറുതല്ലേ. അപ്പോൾ അതാണ് M' എന്ന് എടുത്തു. ഡിവൈഡ് ബൈ R - D (² എന്ന് എഴുതാം. അതുപോലെ G ഇൻറ്റു ഇവിടെയും മാസിന് നമുക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. അപ്പോൾ എന്താണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതുമ്പോൾ 4/3 πr³ എന്ന് പറയാൻ പറ്റില്ലല്ലോ. R - D (³ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. യെസ്, ഡിവൈഡഡ് ബൈ R - D (² എന്ന് എഴുതാം ഇൻറ്റു റോ. അപ്പോൾ 4/3 πr³ വരെ R - D (³ എന്ന് എഴുതി ഇൻറ്റു റോ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അതാണല്ലോ ഈ മാസ് എന്ന് പറയുന്ന സാധനം. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡ് ബൈ R - D (² എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് G' = 4/3 πg R - h റോ എന്ന് പറയും. അതായത് R - D ഈ R - D (² R - D (³ കട്ട് ചെയ്ത് പോയാൽ മുകളിൽ ഒരു R - D ബാലൻസ് വന്നു. പിന്നെ 4/3 G ഉണ്ട് അല്ലേ. ഇതാണ് G' എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? G'/G കണ്ടു നോക്കാം. G' എന്ന് പറഞ്ഞാൽ 4/3 πg R - D ഇൻറ്റു റോയാണ് G'. ഡിവൈഡഡ് ബൈ G എന്താണെന്ന് കണ്ടു നോക്കാം. G നമുക്കറിയാം 4/3 πg R റോയാണ്. യെസ്, അപ്പോൾ G'/G എന്ന് പറയുന്നത്
4/3 പൈ ജി ആർ മൈനസ് ഡി റോ. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 മുകളിൽ പോവും, ബാക്കിയെല്ലാം താഴെ വരും. അപ്പോൾ 3 3 വെട്ടിപ്പോയി, 4 4 വെട്ടിപ്പോയി അല്ലേ. പൈയും വെട്ടിപ്പോയി, ജിയും വെട്ടിപ്പോയി. ഇനി ബാലൻസ് എന്തുണ്ട്? എല്ലാം വെട്ടിപ്പോയിട്ട് ബാലൻസ് എന്തുണ്ട്? ഒരു ആർ മൈനസ് എച്ച് ബാലൻസ് ഉണ്ട്, താഴെ ഒരു ആറ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ആർ മൈനസ് ഡി ഉണ്ട്, ഒരു ആറും ബാലൻസ് ഉണ്ട്, വേറെ ഒന്നും അവിടെ ഇല്ല. അങ്ങനെയാണ് ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി അപ്പുറത്തേക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആറാണ്. ഇങ്ങനെ കിട്ടി. അതായത് നമുക്ക് എന്തെന്ന് പറയാം? ജി ഡാഷ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആർ മൈനസ് എച്ച് ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദി എർത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. ഈ സെൻറ്റർ ഓഫ് ദി എർത്തിൽ നിന്നും ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ്, ഈ ആർ മൈനസ് ഡി, ഞാൻ ഡീനെ എച്ച് എന്ന് പറയുന്നത് എച്ച് അറിയാതെ വരുന്നത്, ആർ മൈനസ് ഡി. ഈ ആർ മൈനസ് ഡി മാത്രമേ പ്രൊപ്പോർഷണൽ ഉള്ളൂ. ഈ ജിയുടെ വാല്യൂവിനെ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആർ മൈനസ് ഡിയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് എഫക്റ്റ് ഓഫ് ഡെപ്ത് ഓൺ ദി വേരിയേഷൻ ഓഫ് ജി. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരു എസ് ആയിട്ട് വയ്ക്കുന്നത്. ജി എന്ന് പറയുന്നത് എന്താണ്? ഒരു എച്ച് ഹൈറ്റിൽ ജിൻ്റെ വാല്യൂ എന്താണ്? ഡി ഡെപ്തിൽ ജിയുടെ വാല്യൂ എന്താണ്? ഇത്രയും കൂടി ഒരു എസ് ആയിട്ടാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. ഇത് ഒന്നുകൂടി പറയണോ? ജി എന്ന് പറയുന്നത് GM/R² ആണെന്ന് നമുക്കറിയാം. എം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ്. അപ്പോൾ വോളിയം 4/3 πr³, ഡെൻസിറ്റി റോ R². അങ്ങനെ 4/3 പൈ GR റോ എന്ന് കിട്ടി. അതുപോലെ തന്നെ ജി ഡാഷും നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അവിടെയൊക്കെ ആറിന് അവർ ആർ മൈനസ് ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ജി ഡാഷിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബാലൻസ് വരുന്നത് നമ്മൾ എഴുതുകയും ചെയ്തു.